ഹായ്. ഹായ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മാതാവിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൃപാസനത്തിൽ പോയിരുന്നു. കൃപാസനത്തിൽ അതന്നെ കല്യാണത്തിന് ശേഷം അങ്ങോട്ട് പോയത്? വേറെ എങ്ങോട്ടേലും പോകത്തില്ലായിരുന്നോ? കല്യാണം കഴിച്ചിട്ട് അവിടെ പോകാതിരുന്ന വല്ല കുഴപ്പമുണ്ടോ? സ്വന്തമായിട്ടില്ലാത്തവരൊക്കെയല്ലേ അവിടെ പോകുന്നത്. എവിടെയെങ്കിലും പോട്ട്. കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് ശരിക്കും ഇതൊരു സാക്ഷ്യമാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെയും വൈകുന്നേരവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. കുടംപുളി എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടേ? മീൻകറി വെക്കുമല്ലേ ചെയ്യേണ്ടേ? അതിനുശേഷം ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൽ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി മാറ്റണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചോളൂ, ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചോളൂ, നല്ല കാര്യം. അതിനുശേഷം ഞാൻ രാവിലെ നീല മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗത്തോളം മെഴുകുതിരി ഉണ്ടായിരുന്നു. ആ മെഴുകുതിരി പെട്ടെന്ന് ആ മെഴുകുതിരി കത്തി താഴോട്ട് പോവുകയും, ലോകത്ത് ആദ്യമായിട്ടാണ് ഒരിടത്ത് മെഴുകുതിരി കത്തിയിട്ട് ഒരുക്കി താഴോട്ട് പോകുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അത് പ്രത്യേക ഒരു അത്ഭുതമാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ഒക്കത്തില്ല. ലോകത്ത് ആദ്യമായിട്ടാണ് ഈ മെഴുക് കത്തുന്നതും ഉരുകുന്നതും താഴെ പോകുന്നതെല്ലാം. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഫുൾ മെഴുകുതിരി കത്തി താഴെ പോയി. എന്നിട്ട് താഴെ ആ ബേസിൽ നിന്ന് ആ മെഴുകുതിരി കത്തുകയും, അതിനുശേഷം ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനെ വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോളിൽ ഹസ്ബൻഡ് വിടാൻ ഞങ്ങൾക്ക് ആരും മനസ്സിലായി എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, അമ്മയുടെ എന്തോ ഒരു അത്ഭുതം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മെഴുകുതിരിയൊക്കെ കത്തി ഒരുക്കി താഴോട്ട് പോകുമ്പോൾ ഉറപ്പാ എന്തായാലും സംഭവിച്ചിരിക്കും. ഉറപ്പ് കാര്യമാണ്. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ആ മെഴുകുതിരി തന്നെ അണയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അണഞ്ഞില്ല. ഹസ്ബൻഡ് പറഞ്ഞു അണയ്ക്കാൻ പറഞ്ഞാണ്, ഞാൻ അണച്ചു. അതിനുശേഷം താഴെ വീണ മെഴുകുതിരി ഞങ്ങൾ പതുക്കെ കയ്യിലെടുത്ത് അത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് നോക്കിയപ്പം അത് ശരിക്കും എല്ലാവരും താഴെയൊക്കെ ഒരുങ്ങി വീഴുന്ന മെഴുകുതിരിയൊക്കെ ചിരണ്ടി കളയാറില്ല പതിവ്. സേച്ചി അത് കഷ്ടപ്പെട്ട് ഇളക്കിയെടുത്ത് ഇതേ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നു. കയ്യിൽ വെച്ച് നോക്കിയപ്പം അത് ശരിക്കും ഒരു കൃപാസനം മാതാവിൻ്റെ രൂപമായിരുന്നു. അത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ തല ചരിച്ച് വെച്ച ആ ഒരു രൂപം, ആ ഷോളിൻ്റെ ആ ഒരു ഭാഗവും എല്ലാം നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അങ്ങനെയൊക്കെയാണോ തോന്നുന്നത്? ഞാൻ ആദ്യം ഓർത്തതേ ഈ ഫേസ്ബുക്കിൽ നിന്നെങ്ങാണ്ട് ഈ ലൈക്ക് ബട്ടൺ, യൂട്യൂബിൽ നിന്നൊക്കെ പ്ലേ ബട്ടൺ കിട്ടുന്ന പോലെ കിട്ടിയതാന്നാ ഞാൻ ഓർത്തേ. ലൈക്ക് അടിച്ച് വെച്ചേക്കുന്നവരുണ്ട്. ഇത് കണ്ടിട്ട് എനിക്കിത് മാതാവായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്കിത് കണ്ടിട്ട് ഇത് കൃപാസനമായിട്ടാണ് തോന്നുന്നത്. കൃപാസനം വിത്തൗട്ട് കൃപ. ഭദ്രമായിട്ടുണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചേര് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഐശ്വര്യം കൂടാനായിട്ട് ഇത് മാത്രം പോരാ. കൃപാസനം ആശാനോട് പറയണം ഒരു അണ്ടർവെയറൂടെ തരാൻ. എന്നിട്ട് വീടിൻ്റെ അകത്തളത്തിൽ ഇങ്ങനെ ബൾബൊക്കെ വെച്ച് തൂക്കിയിടണം. ഐശ്വര്യം കൂടും, പണമൊക്കെ കുമിഞ്ഞു കൂടും.